നമ്മളെ മമ്മൂട്ടിൻ്റെയും വിനായകൻ്റെയും കളങ്കാവൽ പോയി കണ്ടു. ഒരു അസാധ്യ പടാന്നൊന്നും പറയാനില്ലെങ്കിലും ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ് കളങ്കാവൽ. ഞാൻ പറഞ്ഞ പോലെ വേറെ ലെവൽ പടം എന്നൊന്നും പറയാനില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടില്ല. അത്യാവശ്യം നല്ല സ്റ്റോറിയും നല്ല പേസിങ്ങും ഒക്കെ ഇല്ല, നല്ല കിടിലം പെർഫോമൻസ് ഉള്ള ഒരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കളങ്കാവൽ എനിക്ക് തന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ല, വേറെ ലെവലാണ്. വിനായകൻ്റെ കാര്യവും എടുത്തു പറയണം. കാരണം മമ്മൂട്ടിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കുന്നത് മാത്രമല്ല, ചില സമയത്തൊക്കെ മമ്മൂട്ടിനെക്കാളും സ്കോർ ചെയ്യുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള സമയത്തൊക്കെ. സ്റ്റോറിയുടെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ട്രെയിലറൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുന്നുണ്ട്. അങ്ങനെ ലാഗ് പരിപാടിയൊന്നുമില്ല. എന്നാൽ ഭയങ്കര ത്രില്ലിംഗ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നല്ല. പടം പോകുന്നത് ഏകദേശം ഒരേ പേസിലാണ്. ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് പടം നല്ല പീക്കിൽ വരുന്നത്. പിന്നെ ആ ഇൻ്റർവെല്ലിൻ്റെ പാർട്ടും ക്ലൈമാക്സും അത്യാവശ്യം കുറച്ച് നല്ല ഹെവി ആയിരുന്നു. അങ്ങനെ വലിയ ട്വിസ്റ്റോ ടേണോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരു ഡീസൻറ്റ് രീതിയിൽ പോകുന്ന പ്ലോട്ടും ചെറിയ ചെറിയ പ്ലോട്ട് ട്വിസ്റ്റും അങ്ങനെ നമുക്കങ്ങനെ വണ്ടറടിപ്പിക്കുന്ന രീതിയിൽ എന്താ കൊണ്ടുപോയിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം മെനയലിനെ പോകുന്ന ഒരു നല്ലൊരു പ്ലോട്ടാണ്. പിന്നെ ട്രെയിലറൊക്കെ ഞാൻ കാണുമ്പോൾ വിചാരിച്ചത് ഈ വില്ലന്മാരെ കുറച്ച് മാത്രം കാണിച്ചത്, അതായത് മമ്മൂട്ടിനെ കുറച്ച് മാത്രമേ കാണിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയൊന്നല്ല, മമ്മൂട്ടിക്കായാലും വിനായകനായാലും ഏകദേശം ഈക്വൽ സ്ക്രീൻ ടൈമാണുള്ളത്. അതിൽ മമ്മൂട്ടിൻ്റെ ഒക്കെ മാനറിസംസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പെക്യുലർ ആയിട്ടുള്ളൊരു സ്വഭാവവും ആ ഒരു ക്യാരക്ടറിനും കുറേ ട്രേറ്റ്സ് ഒക്കെ കൊടുത്ത് മമ്മൂട്ടിൻ്റെ ക്യാരക്ടറിനെ എപ്പത്തെയും പോലെ തന്നെ നല്ല കിടിലായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ മോശം എന്നൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് മ്യൂസിക്കും അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെടുന്നു. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യം പടത്തിനെ നല്ല പോലെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കഥേനെ ഇവർ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇനീഷ്യലി അവർക്കുണ്ടായ ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പടത്തിൻ്റെ ഒരു പോക്കും ആ ഒരു ചാപ്റ്റേഴ്സായിട്ട് തിരിച്ചതും വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്ന ഒരു പരിപാടി ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും നല്ലൊരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി പടമായിട്ടും ഇനീഷ്യലി അത്ര നല്ല പുള്ളിങ് ഇല്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് പോകുന്ന ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല പോലെ ഓടാൻ ചാൻസ് ഉണ്ട്. പടം തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് പറയാം. എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.